ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കൺ ഒരിക്കൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ മേലധികാരി അടുത്തു വന്ന് പറഞ്ഞു, ഈ യുദ്ധത്തിൽ നാം തീർച്ചയായും ജയിക്കും, കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ അബ്രഹാം ലിങ്കൺ നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതിൽ എനിക്ക് തെല്ലും സംശയമില്ല. എന്നാൽ നാം ആ ദൈവത്തിൻ്റെ കൂടെയാണോ? കൂടെയായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പവും പ്രിയപ്പെട്ടവരോടൊപ്പവും ആയിരിക്കുന്നത് എത്ര വലിയ സന്തോഷങ്ങൾ നൽകുന്ന നിമിഷങ്ങളാണ്. എന്നാൽ ജീവിത സാഹചര്യങ്ങൾ നമ്മെ ഒറ്റയ്ക്കാക്കുമ്പോൾ കൂടെ ആരുമില്ല എന്നൊരു തോന്നൽ നമ്മെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പുതുഞാറാഴ്ചയിലെ വചനവായനകളിലൂടെ തിരുസഭ മാതാവ് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. നാം എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് ആ ഉറപ്പ്. എന്നാൽ ആ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ നാം പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ആ പരാജയങ്ങളെ മറികടക്കാനുള്ള മാർഗങ്ങളും പറഞ്ഞു തരികയാണ് ഇന്നത്തെ വചനവായനകളിലൂടെ തിരുസഭ മാതാവ്. ഇന്നത്തെ ഒന്നാമത്തെ വായന ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇവിടെ ദൈവം നൽകിയ കൽപ്പനകൾ ഇസ്രായേൽ ജനം പാലിച്ചാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവം വിവരിക്കുകയാണ്. 3 അനുഗ്രഹങ്ങളാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് വാഗ്ദാനം ചെയ്യുന്നത്. 1, അധ്വാനിച്ചാൽ ഫലം ലഭിക്കും. 2, നിങ്ങളുടെ ജീവൻ ദുഷ്ടമൃഗങ്ങളിൽ നിന്നും വാളിൽ നിന്നും സൈനികരുടെ കരങ്ങളിൽ നിന്നും സുരക്ഷിതമായിരിക്കും. 3, സന്താനപുഷ്ടിയുള്ളവരായി നിങ്ങൾ പെരുകും. എല്ലാറ്റിനുമുപരി ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കുമെന്ന് ദൈവം അവർക്ക് വാഗ്ദാനം നൽകുകയാണ്. പ്രിയരെ, ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ ദൈവകൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. ഇന്നത്തെ രണ്ടാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇവിടെ തങ്ങളുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോയ ഇസ്രായേൽ ജനം തിരികെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഒന്നിനെയും കുറിച്ച് ഭയപ്പെടേണ്ട എന്നും എങ്ങോട്ടേക്കും ഓടേണ്ട എന്നും പറഞ്ഞ് ആ ജനത്തെ സ്വന്തമാക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ എപ്പോഴും ദൈവാശ്രയ ബോധമുള്ളവരായി ജീവിക്കുക എന്നതാണ് രണ്ടാമത്തെ മാർഗം. ഇന്നത്തെ മൂന്നാമത്തെ വായന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. തങ്ങൾ കണ്ടതും വീക്ഷിച്ചതും സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെക്കുറിച്ച് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ തങ്ങൾ ക്രിസ്തുവിനെ കണ്ടതും വീക്ഷിച്ചതും സ്പർശിച്ചതും ജീവന്റെ വചനത്തിലൂടെയാണെന്ന് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആയതിനാൽ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാൻ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക എന്നതാണ് മൂന്നാമത്തെ മാർഗം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. 3 കൊല്ലം കൂടെയുണ്ടായിരുന്ന ഈശോ മരിച്ച് ആ മരണത്തിന്മേൽ വിജയം നേടി ഉത്തിതനായിട്ട് കൂടെയുണ്ടായിരുന്ന എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ തൻ്റെ മുമ്പിൽ മാത്രം പ്രത്യക്ഷപ്പെടാത്തതിൻ്റെ സങ്കടം വിവരിക്കുന്ന തോമാസ് ശ്ലീഹായെയും ആ ദുഃഖം മാറ്റിക്കൊടുക്കുന്ന ഈശോയെയുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ധ്യാനിക്കുന്നത്. ഒരു ക്രിസ്തു ശിഷ്യന് വാശിയോ പരിഭവമോ അല്ല ക്രിസ്തുവിനെ നേടാൻ വേണ്ടത്, മറിച്ച് വിശ്വാസമായിരിക്കണം ഉണ്ടാകേണ്ടതെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ കൂടെയായിരിക്കാൻ തമ്പുരാനിൽ വിശ്വസിക്കുക എന്നതാണ് 4-ാമത്തെ മാർഗം. ഇന്ന് പലപ്പോഴും തോമാസ് ശ്ലീഹായെ പോലെ കണ്ടാലേ വിശ്വസിക്കൂ എന്ന മനോഭാവം നമ്മളിലും ഉടലെടുക്കുന്നുണ്ട്. അത് പലരെയും അവിശ്വാസികളാക്കുകയും നിരാശരാക്കുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ്, വിശ്വാസം മൂലമാണ് പൂർവികർ അംഗീകാരത്തിന് അർഹരായി തീർന്നതെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
വീണ്ടും ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. ആയതിനാൽ പ്രിയരെ, ഈശോ ആഗ്രഹിക്കുന്ന വിശ്വാസത്തിൽ വളർന്നു വരാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ ആഗ്രഹിച്ച വിശ്വാസത്തിലേക്ക് തോമാസ് ശ്ലീഹ കടന്നു വന്നപ്പോൾ ഈശോയെ ദൈവമായി ഉയർത്തുന്ന തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം നാം ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നു. യഹൂദനായ തോമാസ് ശ്ലീഹ മറ്റൊരു യഹൂദനായ ഈശോയെ ദൈവമായി കാണുകയോ വിളിക്കുകയോ ചെയ്യുക യഹൂദ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ്. അങ്ങനെ ഇരിക്കെ തൻ്റെ മുൻപിലായിരിക്കുന്ന ക്രിസ്തു ദൈവമാണെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. പ്രിയരെ, ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുനിമിഷം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര സ്വർഗത്തെ ലക്ഷ്യമാക്കി തുടരുമ്പോൾ എൻ്റെ ദൈവം എന്നോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം ആ ദൈവത്തിൻ്റെ കൂടെ നാം ആയിരിക്കാൻ ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവാശ്രയ ബോധത്തിൽ ജീവിച്ച് ജീവൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ഒരു യഥാർത്ഥ വിശ്വാസിയായി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.